സോ വെൽക്കം ബാക്ക്. അപ്പോൾ 12,000-13,000 റേഞ്ചിൽ ബെസ്റ്റ് ഫോൺസ് എന്ന് പറയുന്നത് ഒന്ന് വിവോ T3X ആണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഫോണാണ്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒരു ബെസ്റ്റ് ഫോൺ കൂടിയുണ്ട്, സാംസങ് ഗാലക്സി F15. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഫോർ മണി ഫോൺ? രണ്ടും ഓൾറെഡി ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ഫോൺസ് തന്നെയാണ്. ബട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണെന്നുള്ള ബെസ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഫോൺ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ? സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ പ്രൈസ് ആദ്യം തന്നെ പറയാം. രണ്ട് ഫോണിൻ്റെ ബേസ് മോഡൽ 4GB 128GB വേരിയൻ്റ് ആണ്. അതിൽ സാംസങ് ഗാലക്സി F50യുടെ പ്രൈസ് എന്ന് പറയുന്നത് 13,000 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. T3X ആണെങ്കിൽ 13,499 ആണ്. അതായത് 13,500 13,000 രൂപയാണ് രണ്ടിൻ്റെയും പ്രൈസ്. അതായത് സാംസങ്ങിനും കാട്ടി 500 രൂപ എക്സ്ട്രാ വിവോ T3Xനും വരുന്നുണ്ട്. അതാണ് പ്രൈസിൻ്റെ ഡിഫറൻസ്. 500 രൂപ അധികം വിവോക്ക് കൊടുക്കണം. വേറെയും 2-3 വേരിയൻ്റ് രണ്ട് ഫോൺസിന് വരുന്നുണ്ട്. സോ നമുക്ക് ബേസ് മോഡലായിട്ട് തന്നെ കമ്പയർ ചെയ്യാം. ഡിസൈൻ, രണ്ട് ഫോണിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് രണ്ട് സൈഡിലും കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സാംസങ് F15 ആണെങ്കിൽ കോമൺ ആയിട്ടുള്ള സാംസങ് ഫോൺസിലൊക്കെ കണ്ടുവരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഡിസൈനാണ്. വിവോയിലാണെങ്കിലും കാണാൻ നല്ലൊരു രസമുള്ള ഒരു പ്രീമിയം ഡിസൈൻ വിവോയിലും വരുന്നുണ്ട്. സർക്കിൾ ക്യാമറ മൊഡ്യൂളും അത് സെൻറ്ററിലല്ല, സൈഡിലാണ്, റൈറ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാണാൻ നല്ല രസമുള്ള രണ്ട് ഫോൺ, നല്ലൊരു പ്രീമിയം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് രണ്ട് ഫോണും ബിൽഡായിട്ട് വരുന്നത്. സാംസങ് F15 ആണെങ്കിൽ 217 ഗ്രാം വെയിറ്റും അതുപോലെ തന്നെ 9.3 mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. വിവോ ആണെങ്കിൽ 199 ഗ്രാം വെയിറ്റും 8 mm തിക്നെസ് ആയിട്ട് വരുന്നുണ്ട്. സോ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ വിവോയുടെ T3X ആണ്. സാംസങ് കുറച്ചും കൂടെ ബൾക്കിയാണ്, ആ തിക്നെസ്സും വെയിറ്റും എല്ലാം അധികമുണ്ട്. സോ അതിൻ്റേതായിട്ടുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെ തന്നെ സാംസങ്ങിലും വരുന്നുണ്ട്. സോ കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റും നല്ല ഡിസൈൻ വൈസും കാണാൻ രസമുള്ള ഫോൺ എന്ന് പറയുന്നത് T3X തന്നെയാണ്. സാംസങ് നോർമൽ കാണാൻ ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ സാംസങ് ഫോൺസിൽ ആ വരുന്ന ആ ഒരു ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഗ്ലോസി ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു പ്രീമിയം കാണാൻ നല്ല രസമുള്ള ഫോൺ വിവോ T3X ആണ്. കാരണം ലൈറ്റ് വെയിറ്റും തിക്നെസ്സൊക്കെ തന്നെ കുറവാണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. അപ്പം ഡിസൈൻ ആൻഡ് ബിൽഡും രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തന്നെ പറയാം. സോ അതൊക്കെ ഓരോരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രിഫറൻസ് ആണ്, ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് ഇല്ലെന്നുള്ളത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ സാംസങ് F50 നമുക്ക് വരുന്നത് 6.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 800 നിറ്റ്സിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. T3X ആണെങ്കിൽ 6.72 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ആ ഒരു ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള നമുക്കൊരു ക്ലാരിഫിക്കേഷൻ്റെ ഒരു ആവശ്യമില്ല. ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി F50 തന്നെയാണ്. കാരണം നമുക്കവിടെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. മറ്റേലാണെങ്കിൽ നമുക്ക് LCD പാനൽ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. സോ ബെറ്റർ സാംസങ് തന്നെയാണ്. കൂടുതലായിട്ടുള്ള ഒരു കമ്പയർ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. സോ ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് സാംസങ് തന്നെയാണ്. ദെൻ ക്യാമറ, സാംസങ്ങിലാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ, 5 MP അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്, 2 MB മാക്രോവും വരുന്നുണ്ട്, 13 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. റിയർ ക്യാമറ നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ദെൻ T3Xലേക്ക് വന്നു കഴിഞ്ഞാൽ 15 MB പ്രൈമറി ക്യാമറ, പിന്നീട് 2 MB ഡെപ്ത് ക്യാമറയും കൊടുത്തിട്ടുണ്ട്, പിന്നീട് 8 MP സെൽഫി ക്യാമറ വരുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ്ങിൽ അത് വരുന്നില്ല. സോ സാംസങ്ങിൽ എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു അൾട്രാ വൈഡും വരുന്നുണ്ട്. പിന്നീട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സെൽഫി ക്യാമറ ഒക്കെ തന്നെ സാംസങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് T3Xലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഒരു പ്രൈമറി ക്യാമറ, ഒരു ഡെപ്തും ആവശ്യമില്ലാത്ത ഒരു ക്യാമറയാണ് വരുന്നത്. 8 MP മാത്രമേ സെൽഫിയൊക്കെ തന്നെ വരുന്നുള്ളൂ. ബട്ട് നമുക്ക് ആ ഒരു ഫോണിൽ 4K വീഡിയോ റെക്കോർഡിംഗ് എന്നുള്ള വലിയൊരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത് വരുന്നില്ല. സോ വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബെസ്റ്റാണ്. സോ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ക്യാമറയിൽ പറയാനുള്ളത് വിവോ T3X തന്നെയാണ്. ആ ഒരു 5 MP അൾട്രാ വൈഡിൽ നമുക്ക് എടുക്കുന്ന ഫോട്ടോസൊന്നും അത്ര ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് എന്തായാലും കിട്ടില്ല. ഒരു അൾട്രാ വൈഡ് ഉണ്ട് എന്നേ ഉള്ളൂ, ബാക്കി വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഭയങ്കര ചൂട് നല്ലോണം വേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാമറയിൽ നമുക്ക് ബെറ്റർ ആയിട്ട് പറയാനുള്ളത് വിവോ T3X ആണ്. ദെൻ പെർഫോമൻസ്,
സാംസങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTek Dimensity 6100 പ്ലസ് എന്ന പ്രോസറാണ് കൊടുത്തുള്ളത്. ആൻഡ് സ്കോർ പറയുകയാണെങ്കിൽ 3,16,000 എബോ ആയിട്ടാണ് വരുന്നത്. ഇനി വിവോ T3Xലേക്ക് വന്നു കഴിഞ്ഞാൽ Qualcomm Snapdragon 6 Gen 1 എന്ന പ്രോസറാണ് വരുന്നത്. ആൻഡ് സ്കോർ പറയുകയാണെങ്കിൽ 5,16,000 എബോ ആയിട്ടാണ് വരുന്നത്. സോ ഇവിടെയും ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ വിവോ ഫോണാണ്. വിവോ T3Xലാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് തരുന്നത്. കാരണം നമുക്ക് അതിൽ എത്ര നല്ല പ്രോസസ്സർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 20,000 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ആ രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ഈ ഒരു 13,000 രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വിവോ T3Xലാണ്. അതിലും വലിയ രീതിയിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ്റെ കാര്യമില്ല. പെർഫോമൻസിൻ്റെ കാര്യത്തിലും വിവോ T3X ആണ് മുന്നിൽ നിൽക്കുന്നത്. ദെൻ സാംസങ്ങിലാണ് നമുക്ക് 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റൊക്കെ തന്നെ സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. T3Xൽ അവരെടുത്ത് പറയുന്നില്ല എത്രത്തോളം ആണെന്നുള്ളത്. മേ ബി ഒരു വർഷത്തെ മേജറായിട്ടുള്ള അപ്ഡേറ്റും 2-3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആയിരിക്കും നോർമലി ഫോൺസിലൊക്കെ തന്നെ വരാറ്. ഇതിലും അങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അതെന്തായാലും ഉണ്ടാവും. ബേസിക്കലി ആ സംഭവം എന്തായാലും ഉണ്ടാവും, 1 വർഷത്തെ അപ്ഡേറ്റ്. പക്ഷേ ഇവിടെ എന്തായാലും 3 വർഷത്തെ 4 വർഷത്തെ ഒരു അപ്ഡേറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 4 വർഷത്തെ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ. ദെൻ സാംസങ് ആണെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ആൻഡ്രോയിഡ് 14ഉം 1 UI 6ഉം ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. വിവോയിലാണെങ്കിൽ നമുക്ക് വരുന്നത് ആൻഡ്രോയിഡ് 14ഉം ഫൺ ടച്ച് OS 14 ആയിട്ടാണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള UI എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ 1 UI ആണ്. കുറച്ചും കൂടെ അത്യാവശ്യം ബഗ്ഗോ അതുപോലെ തന്നെ ആഡ്സും കാര്യങ്ങളൊക്കെ തന്നെ നല്ലോണം കുറവാണ് അതിൽ. വിവോ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സാംസങ്ങിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ് കുറച്ചും കൂടെ ബെറ്റർ. ദെൻ ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ സാംസങ്ങിലാണെങ്കിൽ 6000 mAh ബാറ്ററിയും 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിവോയിലാണെങ്കിൽ 6000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് ഇൻ ദ ബോക്സും വരുന്നുണ്ട്. ബട്ട് സാംസങ്ങിൽ നമുക്ക് തോന്നുന്നു അത് ഇറങ്ങിയ സമയത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു. അതായത് 299 രൂപക്കാകുന്ന ആ ഒരു വാങ്ങുന്ന സമയത്ത് കാർട്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാർജർ 299 രൂപ കിട്ടുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് കറക്റ്റ് അറിയില്ല. പക്ഷേ അവരുടെ തന്നെ സാംസങ്ങിൻ്റെ M15, ഇത് F15 ആണല്ലേ, M15 വരുന്നുണ്ട്. കുറച്ചും കൂടെ പ്രൈസ് കൂടുതലാണെന്നാണ് തോന്നുന്നത്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അതിൽ നമുക്ക് ചാർജർ ഇതുപോലെ എന്തോ ഫ്രീ കിട്ടുന്നുണ്ടോ ഇതുണ്ട്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. 299 രൂപക്ക് അതിൽ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഫ്രീ അല്ല, ആ ഒരു എക്സ്ട്രാ പൈസ കൊടുത്താൽ കിട്ടുന്നതായിരിക്കും 1500 രൂപ റേഞ്ചുള്ള ചാർജർ. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ബിൽഡ് ആൻഡ് ഡിസൈൻ രണ്ടും നമുക്കങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. ഓരോരുടെ പേഴ്സണലായിട്ടുള്ള പ്രിഫറൻസ് ആണ്. ഡിസ്പ്ലേ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് സാംസങ് ആണ്. ക്യാമറ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് സാംസങ്ങും ഉണ്ട്. പക്ഷേ സാംസങ്ങിൽ ആ ഒരു വീഡിയോ റെക്കോർഡിങ് മാത്രം 4K ഇല്ല എന്നേ ഉള്ളൂ. ബട്ട് വിവോയിൽ ആ ഒരു 4K ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ തന്നെ നോർമലാണ്. പെർഫോമൻസ് വിവോ ആണ്. ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ്ങും വിവോ ആണ്. അപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം നല്ല രീതിയിലുള്ള ഫോൺ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു 500 രൂപ അധികം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിവോയുടെ T3X ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോൺ. കാരണം കുറച്ചും കൂടെ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 4K വീഡിയോ റെക്കോർഡിങ് വരുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ചാർജിങ്, അതും ഇൻ ദ ബോക്സ് തന്നെ വരുന്നുണ്ട്. പിന്നെന്താ പറയുക, നല്ല ഡിസൈനും ആബ്സല്യൂട്ട്ലി ഉണ്ട്. സാംസങ് ആണെങ്കിൽ തന്നെ നല്ല ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അത് വിവോയിലില്ല. മെയിനായിട്ട് ഡിസ്പ്ലേ ആണല്ലോ വേണ്ട, ഡിസ്പ്ലേ ആ സാംസങ്ങിൽ വരുന്നുണ്ട്. നല്ല ബാറ്ററി വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് കുറവാണ്, സപ്പോർട്ട് ചെയ്യുന്നത് കുറവാണ്. പിന്നീട് കുഴപ്പമില്ലാതെ നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. നല്ല ക്യാമറ വരുന്നുണ്ട്. പിന്നെന്താ, വേറെ ഒന്നുമില്ലല്ലോ. നല്ല ക്യാമറ, നല്ല പെർഫോമൻസ് എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതിലൊരു ബെസ്റ്റ് ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ വിവോ T3Xൽ പോകാവുന്നതാണ്. കുറച്ച് ക്യാമറയിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒരു കുറവ് ഉണ്ട്. ബട്ട് വീഡിയോ 4K വേണമെന്നുണ്ടെങ്കിൽ ഗോ ടു T3X. വീഡിയോ ഫുട്ടേജ് നിങ്ങൾക്ക് വീഡിയോ ആണ് അധികം എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വിവോയിലേക്ക് പോകാവുന്നതാണ്. പിന്നീട് നല്ല പെർഫോമൻസും ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ വിവോ എടുക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്കൊരു നോർമൽ യൂസിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ മൾട്ടിമീഡിയയും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനാണെന്നെങ്കിൽ സാംസങ് എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലത്. കാരണം സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അത്യാവശ്യം ഓവറോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാകും ഏത് ഫോണാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതാണ് എടുക്കുന്നതായി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഇസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.